ശബരിമല മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന് മുന്നോടിയായി ഭക്തർ സമർപ്പിക്കുന്ന നെയ്യുടെ ഗുണനിലവാരം ഉറപ്പാക്കാൻ കർശന പരിശോധനാ സംവിധാനങ്ങളുമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. സന്നിധാനത്ത് അയ്യപ്പന് അഭിഷേകം ചെയ്യാനും പ്രസാദ നിർമ്മാണത്തിനുമായി ഉപയോഗിക്കുന്ന നെയ്യ് പൂർണ്ണമായും ശുദ്ധമാണെന്ന് ഉറപ്പുവരുത്താനുള്ള വിപുലമായ ഒരുക്കങ്ങളിലേക്ക് ബോർഡ് ഉടൻ കടക്കും. ശബരിമലയിൽ മിൽമയെത്തിച്ച നെയ്യുടെ ഗുണനിലവാരം കുറഞ്ഞതാണെന്ന കണ്ടെത്തലിന്റെ പശ്ചാത്തലത്തിലാണ് ഉപയോഗിക്കുന്ന നെയ്യുടെ കാര്യത്തിൽ ഇത്തവണ ദേവസ്വം ബോർഡ് ജാഗ്രത ശക്തമാക്കുന്നത്. ഭക്തർ ഇരുമുടിക്കെട്ടിൽ കൊണ്ടുവരുന്ന നെയ്യ് പൂർണ്ണമായും ഉപയോഗപ്രദമാണോ എന്ന് പരിശോധിക്കാൻ പ്രത്യേക ലാബ് സംവിധാനങ്ങൾ ഉൾപ്പെടെയുള്ള ക്രമീകരണങ്ങളാണ് ഒരുക്കുന്നത്. ഭക്തരെത്തിക്കുന്ന നെയ്യ് പൂർണ്ണമായി ഉരുക്കി മാറ്റും. ശേഷം ഗുണമേന്മ കൂടി ഉറപ്പുവരുത്തും. ഗുണനിലവാരമില്ലാത്തതും കൃത്രിമം ചേർത്തതുമായ നെയ്യ് പ്രസാദ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് തടയുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. മുൻകാലങ്ങളിലെ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ തീർത്ഥാടകരുടെ ആരോഗ്യ സുരക്ഷയും ആചാരശുദ്ധിയും മുൻനിർത്തിയാണ് ദേവസ്വം ബോർഡിന്റെ ഈ അടിയന്തര ഇടപെടൽ. ഇതിനായി പ്രത്യേക പരിശോധനാ കേന്ദ്രങ്ങൾ സന്നിധാനത്തും പമ്പയിലും സ്ഥാപിക്കും. പരിശോധനകൾ വേഗത്തിലാക്കാനും ഭക്തർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ സംവിധാനം ക്രമീകരിക്കാനുമാണ് ഉദ്യോഗസ്ഥർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. അത് അളക്കാനുള്ള കാര്യങ്ങൾ, ഫ്ലോ മീറ്റർ, പിന്നെ അതിൻ്റെ ശുദ്ധി ഉറപ്പുവരുത്താനുള്ള കാര്യങ്ങൾ, ഹീറ്റർ ഒക്കെ വെച്ചിട്ടുണ്ട്. നെയ്യ് ശുദ്ധമായ വസ്തുവാണെന്നാണല്ലോ നമ്മുടെ സങ്കല്പം. പക്ഷേ എന്നാലും അതിനകത്ത് മാലിന്യങ്ങൾ വരാം. ആ മാലിന്യങ്ങളെല്ലാം ഈ ടാങ്കിൻ്റെ അടിയിൽ സെഡിമെൻ്റായിട്ട് പോകും. ആ സെഡിമെൻ്റ് എടുത്ത് കളയണം. അത്രേ ഉള്ളൂ. എന്നിട്ട് മുകളിലുള്ള നെയ്യ് നമ്മൾ ക്ലിയർ നെയ്യ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. തുടക്കത്തിൽ തീർത്ഥാടന സീസൺ ആരംഭിക്കുന്നതിന് മുൻപ് ചിങ്ങമാസം നട തുറന്നിരിക്കുന്ന വേളയിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ സംവിധാനം നടപ്പിലാക്കാനാണ് ബോർഡിനുള്ളിലെ ആലോചന. വരും ദിവസങ്ങളിൽ കൂടുതൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഇതിന്റെ ഭാഗമായി ബോർഡ് പ്രഖ്യാപിക്കും. ജനം, തിരുവനന്തപുരം.